സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ ബാധിക്കുന്ന ചില വിധിവിലക്കുകൾ ഇസ്ലാമിലുണ്ട്. അവർക്ക് മാത്രം പ്രത്യേകമായ കാര്യങ്ങളുണ്ട്. അത്തരം വിധിവിലക്കുകളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ഇന്നമാ യുരീദുല്ലാഹു ലിയുസ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറകും തത്ഹീറാ. അള്ളാഹു നിങ്ങളോട് സ്ത്രീകളെ ഈ കാര്യങ്ങളൊക്കെ വിധിച്ചത്, നല്ല വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞത്, അന്യ പുരുഷന്മാരോടൊപ്പം ഒറ്റക്കാകരുത് എന്ന് പറഞ്ഞത്, ഒരു മഹറമില്ലാതെ നിന്റെ രക്തബന്ധത്തിൽപ്പെട്ട വിവാഹം നിഷിദ്ധമായ ആരെങ്കിലും ഒപ്പമില്ലാതെ യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞത്, വീട്ടിൽ നിന്ന് അനാവശ്യമായി പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞത്, നിന്റെ അലങ്കാരം ജനങ്ങൾക്ക് മുൻപിൽ കാണിക്കരുത് എന്ന് പറഞ്ഞത്, നീ മറ സ്വീകരിക്കണമെന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? ഇന്നമാ യുരീദുല്ലാഹു ലിയുസ്ഹിബ അൻകുമുർ റിജ്സ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്ന് വൃത്തികേടുകൾ നീക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ്. അതല്ലാതെ പുരുഷന്മാർക്ക് എന്തെങ്കിലും നിലക്ക് സ്ത്രീകളെ അടിമകളാക്കാനല്ല. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, ഇസ്ലാമിലെ നിയമങ്ങൾ പുരുഷന്മാർ ഉണ്ടാക്കിയതായിരുന്നു എങ്കിൽ, അത് പുരുഷന് യോജിച്ചതായിരുന്നു എങ്കിൽ, സ്ത്രീകൾ അവർ വസ്ത്രം അഴിച്ചിടണമെന്നായിരുന്നു ഇസ്ലാമിന്റെ കൽപ്പന. അങ്ങനെ ആകണമായിരുന്നു. കാരണം പുരുഷൻ സ്ത്രീകളെ കാണാൻ ആഗ്രഹിക്കുന്നവനാണ്. അവരുടെ നഗ്നത ആസ്വദിക്കാൻ അവന്റെ പ്രകൃതത്തിൽ തന്നെ അവന് താല്പര്യമുണ്ട്. പക്ഷേ ഇസ്ലാമിലെ നിയമം പുരുഷന്മാർ ഉണ്ടാക്കിയതല്ല. ഇസ്ലാമിലെ നിയമം അല്ലാഹു നിശ്ചയിച്ച നിയമം. പുരുഷനെയും സ്ത്രീയെയും കുട്ടികളെയും വലിയവരെയും ഉടമസ്ഥന്മാരെയും തൊഴിലാളികളെയും മുതലാളികളെയും എല്ലാവരെയും പടച്ചവനാരാണോ, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാരാണോ, അവന്റെ നിയമങ്ങളാണ് ഇസ്ലാമിലെ നിയമങ്ങൾ. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, സ്ത്രീകളെ നിങ്ങളോട് ഈ വിധിവിലക്കുകളൊക്കെ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ പ്രയാസപ്പെടുത്താനല്ല, നിങ്ങളുടെ മേൽ നിന്ന് വൃത്തികേടുകൾ എടുത്തു നീക്കാനാണ്. നിങ്ങളെ കൊത്തിവലിക്കുന്ന കണ്ണുകളുണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാനാണ്. യാത്രകളിൽ ആക്രമിക്കപ്പെട്ട അനേകം സ്ത്രീകളുണ്ടല്ലോ, അവരുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് വരാതിരിക്കാനാണ്. പ്രയാസങ്ങൾ ഏറെ അനുഭവിച്ചുകൊണ്ട് പീഡന കഥകൾ പറയാൻ കഴിയാതെ രാത്രിയിൽ ഇരുട്ടിൽ മുറിയിൽ അടച്ചിരുന്ന് കൂടിപ്പിരിച്ചിരുന്ന് കരയുന്ന സ്ത്രീകളുണ്ടല്ലോ, അവരുടെ അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കാനാണ്, നിങ്ങളെ പ്രയാസപ്പെടുത്താതിരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിയമങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്.